JTS നഗർ റെസിഡൻസ് അസോസിയേഷൻ റെസിഡൻസ് പരിധിയിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചു. പ്രദേശത്തെ ഒരു ക്വാർട്ടേഴ്സിൽ വൻതോതിൽ നിരോധിത ലഹരി വസ്തുക്കൾ പിടികൂടുകയും ബസ് വെയിറ്റിംഗ് ഷെഡ് കേന്ദ്രീകരിച്ച് പണം വെച്ചുള്ള ചൂതാട്ട വിനോദങ്ങൾ അരങ്ങേറുകയും ചെയ്ത ഘട്ടത്തിലാണ് JTS നഗർ റെസിഡൻസ് അസോസിയേഷൻ ജാഗ്രതാ സമിതി രൂപീകരിക്കാനും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാനും മുൻകൈയെടുത്തത്. CCTV ക്യാമറകളുടെ സ്വിച്ച് ഓൺ കർമ്മം വടകര സർക്കിൾ ഇൻസ്പെക്ടർ K. മുരളീധരൻ നിർവഹിച്ചു. ക്രമസമാധാന പാലനത്തിന് പോലീസ് സേനയെ സഹായിക്കുന്ന വിധം മാതൃകാപരവും അനുകരണീയവുമായ ഒരു മഹത്തായ പ്രവർത്തനമാണ് ഇതിലൂടെ JTS നഗർ റെസിഡൻസ് അസോസിയേഷൻ കാഴ്ചവെച്ചതെന്ന് CI അഭിപ്രായപ്പെട്ടു. പോലീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യമാണ് നമ്മുടെ സ്റ്റേഷൻ പരിധിയിലുള്ള മുഴുവൻ റെസിഡൻസിൻ്റെയും മേഖലകളിലെ CCTV സ്ഥാപിക്കുക എന്നുള്ളത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ ക്രമസമാധാന പാലനത്തിനും അതുപോലെ തന്നെ കുറ്റാന്വേഷണത്തിനും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ CCTVകളുടെ സാന്നിധ്യം എന്ന് പറയുന്നത്. കാരണം ഒരു ക്യാമറ കണ്ണുകളിലൂടെ കടന്നു പോകാത്ത അല്ലെങ്കിൽ അതിനെ വെട്ടിച്ച് കടന്നു പോവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ്. പല പ്രധാനമായ കേസുകൾ നമ്മൾ തെളിയിച്ചത് ഇങ്ങനെയുള്ള ക്യാമറകളുടെ സാന്നിധ്യത്തിലാണ്. എനിക്കറിയാം, കുറച്ച് 2 മാസം മുന്നേ വള്ളിക്കാട് വെച്ചിട്ട് ഒരു രാത്രി 11 മണി 12 മണിക്കിടയിലുള്ളൊരു സമയത്ത് ഒരു യുവാവ് അവിടെ ആക്സിഡൻ്റായിട്ട് മരണപ്പെട്ടു. അപ്പം ആ ആക്സിഡൻ്റായിട്ട് മരണപ്പെട്ടപ്പോൾ വണ്ടി നിർത്താതെ പോയി. പിന്നീടുണ്ടായിരുന്ന ദിനങ്ങൾ ഒരു 14 ദിനങ്ങളിൽ ഏതാണ്ട് ഒരു 500-ലധികം ക്യാമറകളാണ് നമ്മൾ പരിശോധിച്ചത്. വള്ളിക്കാട് മുതൽ കൊയിലാണ്ടി വരെയും നമ്മുടെ സ്റ്റേഷൻ ബോർഡർ വരെയും തിരിച്ച് കണ്ണൂർ വരെയുള്ള നമ്മുടെ കരിയാട് ഭാഗങ്ങളിലേക്ക് പെരിങ്ങത്തൂർ അങ്ങനെ ചൊക്ലി പോലീസ് സ്റ്റേഷൻ്റെ ഉൾപ്പെടെയുള്ള ഏതാണ്ട് 500-ലധികം ക്യാമറകൾ നമ്മൾ പരിശോധിച്ചിട്ടാണ് 14 ദിവസം ആകുമ്പോഴേക്കും ആ പ്രതിയെ കോഴിക്കോട് വെച്ചിട്ട് ഞാൻ പിടിക്കുന്നത്. അതിനെ സഹായിച്ചത് ഈ ക്യാമറയായിരുന്നു. അപ്പോൾ ക്യാമറയിൽ പതിയാത്ത ഒരു സംഭവം ഉണ്ടാവില്ല. അതുപോലെ നമുക്ക് കുറ്റാന്വേഷണത്തിലെ പ്രതികളെ കണ്ടെത്തുന്നതിന് ഏറ്റവും സഹായകരമായിട്ടുള്ള ഒന്നാണ് ക്യാമറകൾ. അതുകൊണ്ട് എല്ലാ റെസിഡൻഷ്യൽ മേഖലകളിലും പ്രധാനപ്പെട്ട ജംഗ്ഷൻ അല്ലെങ്കിൽ റോഡുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ക്യാമറകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് പോലീസിൻ്റെ ജനമൈത്രി പോലീസിൻ്റെയും വടകര പോലീസും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യ പടിയായിട്ടാണ് നമ്മുടെ ഈ JTS നഗറിൽ ഇത്തരത്തിലുള്ള നല്ല ഗംഭീരമായിട്ടുള്ള 2 ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത്. നല്ല എന്താ പറയേണ്ടത്, നല്ല ക്ലാരിറ്റി ഉള്ള ക്യാമറയാണത്. ഞാൻ കണ്ടു, വളരെ ക്ലാരിറ്റിയിലാണത്. നമുക്ക് ഇതൊരു പ്രധാനപ്പെട്ട റോഡാണ്. നമ്മുടെ വില്യാപ്പള്ളി ഭാഗത്ത് നിന്നും വടകര ഭാഗത്തേക്ക് കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ഒരു റോഡാണ്. അപ്പം അവിടെ ഇനി ഒരു കുറ്റകൃത്യങ്ങൾ നടത്തി ഒരാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കാത്ത രീതിയിൽ JTS നഗറിലെ നിവാസികൾ അല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷൻ മുൻകൈ എടുത്തുകൊണ്ട് ചെയ്തതിൽ വടകര പോലീസ് അതുപോലെ തന്നെ ഞാൻ വ്യക്തിപരമായിട്ടും ഇതിന് നേതൃത്വം നൽകിയ ആളുകളെയും ഇതിൻ്റെ പിന്നാമ്പുറത്ത് സംഭാവനകൾ നൽകിയ എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ വല്ല അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. സെക്രട്ടറി അബ്ദുൽ സലാം തട്ടാച്ചേരി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് അജിത് കുമാർ തുഷാര അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ CK ശ്രീജിന ആശംസകൾ നേർന്നു സംസാരിച്ചു. വിജയൻ M, ശശി പുതുക്കുടി, അബ്ദുൽ നാസർ കണ്ടിയിൽ, മനോഹരൻ വൈദ്യരവിട, സതീശൻ എരഞ്ഞിക്കൽ, അശോകൻ മീത്തല എരഞ്ഞിക്കൽ, ഹരിദാസ് സ്വാതി, ലിനീഷ് ഖാൻ, മധൂബ് കുമാർ എന്നിവർ സംസാരിച്ചു. മുരളീധരൻ ഗോവിന്ദം നന്ദി പറഞ്ഞു.